കടയിലൊക്കെ കാണുമ്പം തൊട്ട് ഒരു റെഡ് ലേഡി പപ്പായ വീട്ടിൽ വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നേ. അങ്ങനെ 2024 ഞാൻ ആദ്യമായിട്ട് കുഴിപ്പള്ളത്ത് പോകുമ്പോൾ അവിടെ നിന്ന് ഒരു റെഡ് ലേഡി പപ്പായയുടെ തൈ വാങ്ങിച്ചായിരുന്നു. വെറും 15 രൂപ ഉണ്ടായിരുന്നുള്ളൂ അന്ന് റെഡ് ലേഡി പപ്പായയുടെ തൈ വാങ്ങുമ്പോൾ. അന്ന് ഞാൻ എടുത്തു വെച്ച വീഡിയോസാണ് ഇതൊക്കെ. പക്ഷേ ഇതുവരെ ഞാനിത് എവിടെയും പോസ്റ്റ് ചെയ്തിട്ടില്ല. എഡിറ്റ് ചെയ്യാതെ ഗാലറിയിൽ കിടന്ന് ഒരുപാട് വീഡിയോസിൽ ഒരു വീഡിയോ ആണിത്. ഇപ്പം നടന്ന പോലെ തന്നെ അന്നും കുറച്ച് ചകിരിച്ചോറും ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടായിരുന്നു ഞാൻ റെഡ് ലേഡി പപ്പായ നട്ടത്. അപ്പോൾ ആ പപ്പായ വളർന്ന് വലുതായി ഇപ്പോൾ ഇത്രയും വലിയൊരു പപ്പായയായിട്ട് നിറയെ പപ്പങ്ങയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന ആദ്യത്തെ പപ്പായ അല്ല ഇത്. 3-4 നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. മിക്കവാറും രാത്രിയിലായിരിക്കും നമ്മൾ കട്ട് ചെയ്യുന്നത്. ആ സമയം വെളിച്ചം കുറവായിരിക്കും. പിന്നെ വീഡിയോ എടുക്കേണ്ട ഒരു മൂഡും ഉണ്ടാവില്ല. അങ്ങനെ ഇന്നിപ്പോൾ മോൻകുട്ടനൊക്കെ വീട്ടിലുള്ളൊരു ദിവസമാണ്. ചെറിയൊരു മഞ്ഞ നിറമൊക്കെ വന്നപ്പോൾ എടുത്തു വെച്ചതാണ്. ഒരു 5-6 ദിവസമായിട്ടുണ്ട്. പക്ഷേ ഒരു 2 ദിവസം കൂടി ഇരുന്നെങ്കിൽ കുറച്ചും കൂടെ മധുരമാവുമായിരുന്നു. റെഡ് ലേഡി പപ്പായ നന്നായിട്ട് പഴുത്താൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നമ്മുടെ വീട്ടിലുള്ള പപ്പായ പോലെ നമുക്കിങ്ങനെ കറുമുറ തിന്നണ പ്രായത്തിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ട് പഴുത്ത് ഇങ്ങനെ തൊടുമ്പം അലിഞ്ഞു പോണ ആ ഒരു പരുവമില്ലേ, അപ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിപ്പോൾ അത്ര ആയിട്ടില്ല. ഒരു 2-3 മാസമായപ്പം തൊട്ട് പൂ വരുമായിരുന്നു. പക്ഷേ അത് കാ ആവുന്നുണ്ടായിരുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴാണ് അത് പ്രോപ്പറായിട്ട് കായ്ച്ചു തുടങ്ങിയത്. പപ്പായ സൂപ്പറാണ്. കടിക്കുമ്പോൾ തന്നെ തേൻ പോലെ ടേസ്റ്റ്.